أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأصبح في المدينة خائفا يترقب فإذا الذي استنصره بالأمس يستصرخه قال له موسى إنك لغوي مبين. فلما أن أراد أن يبطش بالذي هو عدو لهما قال يا موسى أتريد أن تقتلني كما قتلت نفسا بالأمس إن تريد إلا أن تكون جبارا في الأرض وما تريد أن تكون من المصلحين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1308 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 28 അധ്യായമായ സൂറത്തുൽ ഖസസിലെ 18-19 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأصبح في المدينة خائفا يترقب فإذا الذي استنصره بالأمس يستصرخه قال له موسى إنك لغوي مبين. فلما أن أراد أن يبطش بالذي هو عدو لهما قال يا موسى أتريد أن تقتلني كما قتلت نفسا بالأمس إن تريد إلا أن تكون جبارا في الأرض وما تريد أن تكون من المصلحين. صدق الله العلي العظيم. സൂറത്തുൽ ഖസസിലെ 18-19 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ സംഭവബഹുലമായ ദൗത്യ നിർവഹണ ചരിത്രമാണ് അള്ളാഹുവിടെ ഏകദേശമൊക്കെ അതിന്റെ സീക്വൻഷ്യലായ ഒന്നിനു പുറകെ ഒന്നായുള്ള ക്രമത്തിൽ വിവരിക്കുന്നത്. സൂറത്തുൽ ഖസസിലേതാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഖുർആൻ വിവരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിശദാംശങ്ങളും അതുപോലെ ആ ക്രമപ്രവൃദ്ധമായ രീതിയിലുമൊക്കെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് മൂസ അലൈഹിസ്സലാം ഫിറഔന്റെ കൊട്ടാരത്തില് തികവാർന്ന യൗവനം പ്രാപിച്ചതും അദ്ദേഹം ശക്തിയും കരുത്തും ഒക്കെ ആർജിച്ച ഒരു തികഞ്ഞ യുവാവായി മാറിയ കാര്യവും തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് വിവരിക്കപ്പെടുന്നത് കാണുകയുണ്ടായത്. സത്യസന്ധതയും നന്മയും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ശൈശവ ബാല്യങ്ങൾ പിന്നിട്ട് യൗവനത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തില് അടങ്ങിയിരുന്ന ആ നന്മകളുടെ കാരണമായിട്ട് അള്ളാഹു അദ്ദേഹത്തിന് ഹുക്കുമും ഇൽമും കാര്യബോധവും കാര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കാനുള്ള കഴിവും അറിവും ഒക്കെ നൽകുകയുണ്ടായി. ഈ വിധത്തിലാണ് സുഹൃതവാന്മാരെ നാം സുഹൃതവാന്മാരായ ഇഹ്സാൻ ചെയ്യുന്ന ആളുകളെ നാം പിന്തുണക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് പ്രതിഫലമേകുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുകയുണ്ടായത്. അപ്പോ യൗവനത്തിന്റെ ആ തികവാർന്ന വളർച്ച പ്രാപിച്ച ആ ഘട്ടത്തില് ഒരു നാൾ പട്ടണത്തിലെ ആളുകള് ഏറെയൊന്നും ശ്രദ്ധിക്കുന്ന അവസ്ഥയിലല്ലാത്ത ഒരു ഘട്ടത്തില്
മൂസ അലൈഹിസ്സലാം ജനവാസ കേന്ദ്രത്തിലേക്ക്, പട്ടണത്തിലേക്ക് എത്തിയതായിരുന്നു. അപ്പോഴാണ് രണ്ടാളുകൾ തമ്മിൽ അടിപിടി നടക്കുന്നത് ശ്രദ്ധിക്കുകയുണ്ടായത്. ഒരാള് ബനു ഇസ്രായേൽക്കാരനാണ്, മറ്റേയാള് ബനു ഇസ്രായേൽക്കാരോട് ശത്രുത കാണിച്ചുകൊണ്ട് അവരെ ചവിട്ടി മെതിച്ചുകൊണ്ടിരുന്ന ടിബത്തി വംശത്തിൽപ്പെട്ട ആളുമായിരുന്നു. അപ്പോ തന്റെ തന്നെ വംശത്തിൽപ്പെട്ട ആള് തന്നോട് സഹായം ചോദിക്കുകയാണ് തുടർന്ന്. തന്റെ ശത്രു വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് എതിരിലാണ് അയാൾ സഹായം ചോദിക്കുന്നത്. അപ്പൊ മൂസ അലൈഹിസ്സലാം അതിലിടപെട്ടുകൊണ്ട് ശത്രു വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് ഒരു ഇടിയിട്ട് കൊടുത്തു. അത് അദ്ദേഹത്തിന്റെ മരണ കാരണമായി മാറുകയും ചെയ്തു. ഫഖളാ അലൈഹി എന്നാണ് ഖുർആൻ ഇവിടെ അതിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ തീർപ്പായ പോലെ ആയി. ഖാല ഹാദാ മിൻ അമലി ശൈത്താൻ, ഇത് ഞാൻ ഉദ്ദേശിച്ച് ചെയ്ത ഒരു കാര്യമല്ലല്ലോ റബ്ബേ, ഇത് പിശാച് എന്നെ കൊണ്ട് ചെയ്യിച്ച ഒരു സംഗതിയാണ്, ഇത് പിശാചിന്റെ പ്രവർത്തനമാണ്. അവൻ വ്യക്തമായിട്ടും ശത്രുവാണ്, അതുപോലെ തന്നെ വഴി പിഴപ്പിക്കുന്നവനുമാണ് എന്നാണ് മൂസ അലൈഹി ഇസ്ലാം ഒരു തിരിച്ചറിവോടുകൂടി തന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച അതൊരു പൈശാചികമായ പ്രവർത്തനമായി പോയി, ഉദ്ദേശപൂർവം അല്ലെങ്കിലും അങ്ങനെ ഒരു സംഗതി വലിയ അനന്തരഫലം ഉണ്ടാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മൂസ അലൈഹിസ്സലാം എന്നോട് തന്നെ സംസാരിക്കുന്നത്. ആ ഘട്ടത്തിൽ അദ്ദേഹം ചെയ്തു പോയ തെറ്റില് പശ്ചാത്തപിച്ചുകൊണ്ടാണ് റബ്ബിനോട് തുറന്നു പറയുന്നത്. റബ്ബി ഇന്നി ളലംതു നഫ്സി, പഠിച്ച തമ്പുരാനെ ഞാൻ എന്നോട് തന്നെ അതിക്രമം ചെയ്തു പോയി, എനിക്ക് നീ പുറത്തു തരണം. അള്ളാഹു അദ്ദേഹത്തിന്റെ ആ പശ്ചാത്താപം സ്വീകരിച്ചു, അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും ചെയ്തു എന്നാണ് തുടർന്ന് പറയുന്നത്. ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം, ഏറെ പുറത്തു കൊടുക്കുന്നവനും കരുണയുള്ളവനുമാണ് അള്ളാഹു എന്നാണ് തുടർന്ന് വ്യക്തമാക്കപ്പെടുന്നത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിലെ വളരെ എടുത്തു പറയാവുന്ന ശ്രദ്ധേയമായ ഒരു വഴിത്തിരിവാണ് ആ സംഭവം. അദ്ദേഹം അള്ളാഹുവിനോട് ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ് ആ ഘട്ടത്തിൽ. റബ്ബി ബിമാ അൻഅംത അലയ്യ, നീ എന്നെ വളരെ വിശിഷ്ടമായ വിധത്തിൽ ഈ ഘട്ടത്തിൽ അനുഗ്രഹിച്ചിരിക്കുകയാണല്ലോ, അതിനാൽ ഞാൻ എന്നും നിന്നോട് കടപ്പെട്ടവനായിരിക്കും. ഫലനകൂന ലഹീറൻ ലിൽ മുജ്രിമീൻ, ഒരു നിലക്കും കുറ്റവാളികളായ ആളുകളോട് അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന, പിന്തുണ ചെയ്തു കൊടുക്കുന്നവനായിട്ട് ഞാൻ നിലകൊള്ളുകയില്ല എന്നാണ് മൂസ അലൈഹിസ്സലാം ആ ഘട്ടത്തിൽ ഒരു പ്രതിജ്ഞ എന്ന വണ്ണം പറയുന്നത്. ഈ ഫലൻ അകൂന ലഹീറൻ ലിൽ മുജ്രിമീൻ എന്ന വാചകം ഒരു കാരണവശാലും ഞാൻ ഒരിക്കലും ഇനി കുറ്റവാളികളെ പിന്തുണക്കുന്ന, കുറ്റവാളികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നവനാവുകയില്ല എന്ന ഒരു നയപ്രഖ്യാപനം, അത് ഒരു പൊതു താല്പര്യത്തില് പൊതുവായിട്ട് എല്ലാ കാര്യങ്ങളിലും ബാധകമായ സത്യവിശ്വാസിയുടെ ഒരു നിലപാടായിട്ടാണ് ഇസ്ലാമിക പണ്ഡിതന്മാര് അതിനെ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഏത് മേഖലയിലാണെങ്കിലും മുജ്രിമുകൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ടുള്ള ഒരു ജോലിയോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളോ, അങ്ങനെ മുജ്രിമുകൾക്ക് വിധേയത്വം കാണിച്ചുകൊണ്ട് അവർക്ക് അവരുടെ കാര്യം നിർവഹിക്കുന്ന അവരുടെ സേവകന്മാരായിക്കൊണ്ടോ അത്തരം പ്രവർത്തനങ്ങളിൽ അവർക്കുള്ള ഒരു കയ്യാളായിക്കൊണ്ടോ ഒരിക്കലും തന്നെ ഒരു സത്യവിശ്വാസി നിലക്കൊള്ളുകയില്ല എന്ന ഒരു തിരിച്ചറിവാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ അത് സംബന്ധമായിട്ട് നേടുന്നത്. അതിന്റെ അടിസ്ഥാനത്തില് വ്യത്യസ്തമായ സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് അവര് പല വിഷയങ്ങളിലും അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്തത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായി.
അതിനെ തുടർന്ന് നമ്മൾ ഈ കഥയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഇന്ന് ഞാൻ വായിച്ചു വെച്ച ആയത്തുകളിൽ പിറ്റേ ദിവസം فأصبح في المدينة خائفا يترقب. പിന്നീട് നേരം വെളുത്ത് പുലരുന്നത് ഇങ്ങനെയാണ്. ഫഅസ്ബഹ ഫിൽ മദീനത്തി, അദ്ദേഹം പട്ടണത്തിൽ തന്നെ നേരം വെളുപ്പിച്ചു. പുലർന്നു വന്ന ഘട്ടത്തില് യതറഖബു, അദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂസ അലൈഹിസ്സലാം തന്റെ ചുറ്റുപാടുമുള്ള സംഗതികളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ കയ്യാൽ ഒരു കൊലപാതകം നടന്ന ആ സംഭവത്തിനെ തുടർന്ന് സാഹചര്യം വളരെ ജാഗ്രതയോടുകൂടി വീക്ഷിക്കേണ്ടതാണ് എന്നത് മൂസ അലൈഹിസ്സലാം മനസ്സിലാക്കിയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ആ കുറ്റകൃത്യം ഉണ്ടായത് അത് തന്റെ കാരണത്താലാണ്, താനാണ് അത് ചെയ്തത് എന്നതൊന്നും അങ്ങനെ വെളിപ്പെട്ടിട്ടില്ലാത്തൊരവസ്ഥയിൽ മൂസ അലൈഹിസ്സലാം അങ്ങനെ വലിയ പ്രതിസന്ധിയിലൊന്നും നേരിട്ട് അകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അത് വേണ്ടപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടാവില്ല. അള്ളാഹു ചില തന്ത്രങ്ങളിലൂടെ മൂസ അലൈഹിസ്സലാമിനേക്ക് അത് കണക്ട് ചെയ്യാൻ കാരണമാകുന്ന സാഹചര്യങ്ങൾ തടഞ്ഞു വെച്ചിട്ടുണ്ടാവണം. എന്നാലും പിറ്റേ ദിവസം കാലത്ത് അദ്ദേഹം പട്ടണത്തില് നേരം വെളുപ്പിച്ച് എണീറ്റ് വരുന്നത് ഖായിഫൻ, ഭീതി ഉള്ളവനായിക്കൊണ്ടാണ്. അതേപോലെ തന്നെ യതറഖബു, ചുറ്റുപാടുകളെ ശരിക്കും ജാഗ്രതയോടുകൂടി നിരീക്ഷിച്ചുകൊണ്ടാണ്. അടുത്ത ദിവസം കാലത്ത് വളരെ ജാഗ്രതയോടുകൂടി ചുറ്റുപാടൊക്കെ നിരീക്ഷിച്ചുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാം ഭയപ്പാടോടുകൂടി പട്ടണത്തില് എത്തുന്നത്. അങ്ങനെ ഫൈദല്ലദി, അപ്പോ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഉടക്കി നിന്ന ഒരു കാര്യം, അപ്പോഴതാ അദ്ദേഹം കാണുകയാണ്. ഇങ്ങനെ ഒരു സീനാണ് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങോട്ട് വരാൻ പറ്റുന്നത്. കാണുന്ന കാര്യം ഇതാണ്. ഫൈദല്ലദി ഇസ്തൻസറഹു ബിൽ അംസ്, തന്നോട് സഹായം തേടിയ, കഴിഞ്ഞ ദിവസം സഹായം തേടിയ ആളുണ്ടല്ലോ, ഇസ്രായേൽക്കാരൻ, ബനൂ ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട, കഴിഞ്ഞ ദിവസം തന്റെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് സംസാരിച്ച ആള്, അയാള് ഫൈദല്ലദി ഇസ്തൻസറഹു ബിൽ അംസ് യസ്തസ്രിഖുഹു, അദ്ദേഹത്തോട് ആർത്തു വിളിച്ച് കരഞ്ഞ് സഹായം തേടുകയാണ്. ഇന്ന് രണ്ടാമത്തെ ദിവസവും അയാൾ ഒരു പ്രശ്നത്തിലാണുള്ളത്. കഴിഞ്ഞ ദിവസം അയാൾ സഹായം വിളിച്ച് സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാമിനെ വിളിച്ചതും ആ ഘട്ടത്തിൽ മൂസ അലൈഹി ഇസ്ലാം അതിലിടപെട്ട് ശത്രുവായ ആളെ ഒരു ഇടിയിട്ട് കൊടുത്ത് അയാൾ മരിച്ചു പോവുകയൊക്കെ ചെയ്യുന്നത്. ഇന്ന് വീണ്ടും നേരം പുലർന്നതിന് ശേഷം ഭയത്തോടും ജാഗ്രതയോടും കൂടി മൂസ അലൈഹി ഇസ്ലാം പട്ടണത്തില് അങ്ങനെ ഇറങ്ങി നടക്കുമ്പോ കാണാൻ കഴിയുന്ന കാഴ്ച, കഴിഞ്ഞ ദിവസം തന്നെ സഹായത്തിനു വേണ്ടിയായി വിളിച്ചിരുന്ന ആള്, അയാൾ ഇന്ന് സഹായത്തിനായിട്ട് വിളിച്ചു കരയുകയാണ്. യസ്തസ്രിഖുഹു, അയാള് ഉറക്കെ വിളിച്ചു കരയുകയാണ്, സഹായം തേടിക്കൊണ്ടാണ്. ഖാല ലഹു മൂസ, മൂസ അലൈഹി ഇസ്ലാമിന് അത് ഒട്ടും പന്തിയുള്ള ഒരു സംഗതിയായിട്ട് തോന്നിയില്ല. അതിൽ വലിയ പന്തികേടാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. അദ്ദേഹം ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്. ഇന്നക ലഗവിയ്യുൻ മുബീൻ, നീ ശരിക്കും ഒരു കുഴപ്പക്കാരൻ തന്നെയാണല്ലോ എന്നാണ്, നീ മഹാ പിഴച്ചവൻ തന്നെയാണല്ലോ എന്നാണ് മൂസ അലൈഹി ഇസ്ലാം അയാളോട് പറയുന്നത്. നിനക്കിത് എന്നും ഒരു ഏർപ്പാടാണല്ലോ. ഇന്നലെ നീ ഒരുവനുമായിട്ട് അടിപിടി കൂടുകയുണ്ടായി, ഇന്നും നീ ഇതുപോലെ ഒരു പ്രശ്നത്തിലാണല്ലോ. നീ ഒരു കുഴപ്പക്കാരൻ തന്നെയാണ്, നീ ഒരു പിഴച്ചവൻ തന്നെയാണല്ലോ എന്നാണ് മൂസ അലൈഹി ഇസ്ലാം ആ ഘട്ടത്തിൽ പറഞ്ഞത്. തന്റെ വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നതിന്റെ ഒരു പരിഗണന കൊടുത്തുകൊണ്ടല്ല, മറിച്ച് അടിപിടി ഉണ്ടാക്കുക എന്നുള്ളത് നിന്റെ ഒരു ശീലമാണല്ലോ, നീ ഒരു കുഴപ്പക്കാരനാണല്ലോ എന്നാണ്
മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്. അപ്പോ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്നക ലഗവിയ്യുൻ മുബീൻ, തീർച്ചയായിട്ടും നീ ഒരു വ്യക്തമായും നീ ഒരു കുഴപ്പം പിടിച്ചവൻ തന്നെയാണ്. നീ പിഴച്ച വിധത്തില് കാര്യങ്ങൾ ചെയ്യുന്ന, പിഴച്ച വിധത്തിൽ പെരുമാറുന്ന ഒരുത്തനാണല്ലോ എന്നാണ് മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നീ ആവശ്യമില്ലാത്തൊരു അടിപിടിക്ക് കാരണമായി. ഇന്നിപ്പോ വീണ്ടും ഒരു അടിപിടിയിലാണ്. നിനക്ക് ഇത് തന്നെയാണ് ഏർപ്പാട്, നീ ഒരു കുഴപ്പക്കാരൻ തന്നെയാണല്ലോ എന്നാണ് മൂസ അലൈഹി ഇസ്ലാം അയാളോട് പ്രതികരിക്കുന്നത്. പിന്നീട് ആ അടിപിടി തുടർന്നുകൊണ്ട് പോവുകയാണ്. ഈ ബനൂ ഇസ്രായേൽക്കാരൻ സഹായം തേടിക്കൊണ്ട് ഉള്ള ആർത്തുകരയല് അതും തുടർന്നും ഉണ്ടാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിനുശേഷമുള്ള ഒരു കാര്യമാണ് അള്ളാഹു ഇവിടെ വിവരിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാം അടിപിടിയിൽ ഇടപെടാതിരുന്നത് കൊണ്ട് അടിപിടി അവസാനിക്കുന്നില്ല. അവര് സംഘട്ടനത്തിൽ തന്നെയാണ്. ബനൂ ഇസ്രായേൽക്കാരൻ മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹായം തേടിക്കൊണ്ടിരുന്നതുമാണ്. അപ്പോ മൂസ അലൈഹി ഇസ്ലാം ഒരു തിരിച്ചറിവോട് കൂടി പറഞ്ഞത്, നീ ഒരു കുഴപ്പം പിടിച്ചവനാണ്, ഇന്നലെയും പ്രശ്നം ഉണ്ടാക്കി, ഇന്നും അങ്ങനെയുള്ള പരിപാടികളിൽ തന്നെയാണല്ലോ ഉള്ളത്, നീ ഒരു പിഴച്ചവനാണ് എന്നുള്ള നിലക്കാണ് മൂസ അലൈഹി ഇസ്ലാം സംസാരിച്ചത്. തുടർന്ന് ഫലമ്മാൻ അറാദ അൻ യബ്തിശ ബില്ലദീ ഹുവ അദുവ്വുൻ ലഹും, തുടർന്ന് രംഗം വീക്ഷിച്ചപ്പോ മൂസ അലൈഹി ഇസ്ലാമിന് കാണാൻ കഴിയുന്നത് ഈ ബനൂ ഇസ്രായേൽക്കാരന് ഈ ശത്രുവായ ആളിൽ നിന്ന് വലിയ പ്രഹരമേൽക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ബനൂ ഇസ്രായേൽ വംശത്തിൽപ്പെട്ട മൂസ അലൈഹി ഇസ്ലാമിന്റെ വംശത്തിൽ തന്നെ പെട്ട ആള് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അടിപിടിയില് ശത്രുപക്ഷത്ത് രണ്ടുപേരുടെയും ശത്രുവായ ആളിൽ നിന്ന് വലിയ പ്രയാസം നേരിടുന്നു എന്നാണ് അതിന്റെ സൂചന. അപ്പോ മൂസ അലൈഹി ഇസ്ലാം സ്വാഭാവികമായിട്ടും ആ വിഷയത്തിൽ ഇടപെടേണ്ടത് ഒരു അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. അപ്പൊ അതിൽ ഇടപെടാൻ വേണ്ടി ഒരു ഇടി വെച്ചു കൊടുത്ത് ആ തർക്കങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്, ആ പരസ്പരമുള്ള ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാം അതിന് അങ്ങ് തുനിഞ്ഞിറങ്ങിയതാണ്. ഫലമ്മാൻ അറാദ അൻ യബ്തിശ ബില്ലദീ ഹുവ അദുവ്വുൻ ലഹുമ, അവര് രണ്ടുപേർക്കും ശത്രുവായ ആളെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം എന്നുള്ള നിലക്കാണ് മൂസ അലൈഹി ഇസ്ലാം മുതിരുന്നത്. അയാൾക്ക് ഒരു അടി വെച്ചു കൊടുക്കാം എന്നാണ് ഇവിടെ ഇന്നലെ ഉപയോഗിച്ച വാക്കല്ല ഉപയോഗിച്ചിട്ടുള്ളത്, വക്കസ എന്നല്ല. ഇന്നലെ നമ്മള് വായിച്ച ഭാഗത്ത് വക്കസഹു എന്നാണ് ഉണ്ടായിരുന്നത്. മൂസ അലൈഹി ഇസ്ലാം അയാൾക്ക് ഒരു ഇടി വെച്ചു കൊടുത്തു എന്നുള്ളത്. ഇവിടെ യബ്തിശ എന്നാണ്, ഒരു അടി കൊടുക്കുക അല്ലെങ്കിൽ അയാൾക്കൊന്ന് ഒരു തിരിച്ചടി നൽകുക എന്നൊക്കെയാണ് അതുകൊണ്ട് മനസ്സിലാക്കുന്നത്. കുറച്ച് കടുപ്പുള്ള അർത്ഥത്തിലും ഈ വാക്ക് വിശുദ്ധ ഖുർആനിൽ തന്നെ പ്രയോഗിച്ചത് കാണാനും വേറെ സാധിക്കും. എന്തായാലും അയാളെ ഈ രണ്ടുപേരുടെയും, ബനൂ ഇസ്രായേലിന്റെയും മൂസ അലൈഹി ഇസ്ലാമിന്റെയും പൊതുവായ ആ ശത്രുവിനെ ഒരു പ്രഹരമേൽപ്പിക്കാം എന്നുദ്ദേശിച്ചുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാം തുനിയുന്നത്. അപ്പോ ഖാല, അയാള് വിളിച്ചു പറഞ്ഞു, യാ മൂസ, മൂസേ അതുരീദു അൻ തഖ്തുലനി, നീ എന്നെ കൊല്ലാൻ ഉദ്ദേശിക്കുകയാണോ? കമാ ഖതൽത നഫ്സൻ ബിൽ അംസ്, കഴിഞ്ഞ ദിവസം നീ ഒരാളെ കൊന്നതുപോലെ, കഴിഞ്ഞ ദിവസം നീ ഒരാളെ ഒരു ഇടി വെച്ചു കൊടുത്തുകൊണ്ട് കൊന്നുവല്ലോ, അതേപോലെ എന്നെയും കൊല്ലാൻ വേണ്ടിയാണോ നീ ഉദ്ദേശിക്കുന്നത് എന്നാണ് അയാൾ വിളിച്ചു പറയുന്നത്. ഇൻ തുരീദു ഇല്ലാ അൻ തകൂന ജബ്ബാറ, ഒരു തനി താന്തോന്നിയായി അല്ലെങ്കിൽ ഒരു ഗുണ്ടയായി, ഒരു അക്രമിയായി, ഒരു സ്വേച്ഛ നടപ്പിലാക്കുന്നവനായി മാറാനാണ് മൂസേ നിന്റെ ഉദ്ദേശം. വമാ തുരീദു അൻ തകൂന മിനൽ മുസ്ലിഹീൻ, രഞ്ജിപ്പുണ്ടാക്കുന്ന, പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്ന ഒരാളായി മാറാനല്ല നിന്റെ പരിപാടിയല്ലേ എന്നാണ് ആ ഘട്ടത്തിൽ അയാൾ പറയുകയുണ്ടായത്. ഇവിടെ മുഫസ്സിറുകള്
ചില അഭിപ്രായ ഭിന്നതകളിൽ കാണാം അതിന്റെ വിശദീകരണത്തിൽ. ഈ വാചകം പറഞ്ഞിട്ടുള്ളത് ആരാണ്? ഈ ഖിബ്തി വംശത്തിൽപ്പെട്ട ആളാണോ? അതല്ല മൂസ അലൈഹി ഇസ്ലാമിന്റെ തന്നെ സമുദായത്തിലെ ബനു ഇസ്രായേൽ സമുദായത്തിൽപ്പെട്ട ആളാണോ? ആരാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യത്തില് മുഫസ്സിറുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു കാര്യം വ്യക്തമാവുന്നത് ബൈബിളിലും തൽമൂദിലും ഒക്കെയുള്ള വിവരണത്തിലെ ഇതുപോലെ ഇവിടെ രണ്ടാമത്തെ ദിവസം അടിപിടി കൂടിയ ആളുകള് രണ്ടും ബനു ഇസ്രായേൽക്കാരാണ് എന്നതാണ് ബൈബിളിലുള്ള സൂചന. ബൈബിൾ അങ്ങനെയാണ് അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. എന്നാൽ ആ തെറ്റ് തിരുത്തിക്കൊണ്ടാണ് ഖുർആൻ ഇവിടെ പറയുന്നത് രണ്ടുപേരുടെയും ശത്രുവായ ഒരാളാണ് ഇന്ന് മറുപക്ഷത്തുള്ളത് എന്ന് പറഞ്ഞാൽ അയാള് ബനു ഇസ്രായേൽ വംശത്തിൽപ്പെട്ടവനല്ല, ഈജിപ്തുകാരനാണ്. ഈജിപ്തിലെ ഖിബ്തി വംശജരിൽപ്പെട്ട ആളാണ്. ബനു ഇസ്രായേൽക്കാരാണല്ലോ ഫലസ്തീനിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും അവര് ഫലസ്തീനിൽ നിന്ന് വന്ന ആളുകളായിട്ട് പുറം നാട്ടുകാരവിടെ വന്ന് താമസിച്ചവരായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അവരവിടെ ഭരണാധികാരികളൊക്കെ ആയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എങ്കിലും ഇപ്പോ അവര് അപരവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമായിട്ടാണ് ഉള്ളത്. അപ്പൊ ഈ രണ്ടാമത്തെ ദിവസം അടിപിടി കൂടുന്നത് രണ്ട് ബനു ഇസ്രായേൽക്കാര് തമ്മിലായിരുന്നു എന്ന വിധത്തിലുള്ള ബൈബിളിന്റെ വിവരണത്തെ തിരുത്തിക്കൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെയും ഈ ബനു ഇസ്രായേൽക്കാരന്റെയും പൊതുവായ ഒരു ശത്രുവായിട്ടാണ് അയാളെ ഖുർആൻ ഇവിടെ പരാമർശിക്കുന്നത്. അപ്പൊ അതിനെ തുടർന്ന് മൂസ അലൈഹി ഇസ്ലാം ഒരു ഇടപെടൽ നടത്തി ഒരു പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് ആ അടിപിടി അവസാനിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോ ഒരാള് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അത് ആരാണ് പറഞ്ഞത് എന്ന കാര്യത്തില് അതൊന്ന് അപഗ്രഥിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: യാ മൂസ തുരീദു അൻ തഖ്തുലനി കമാ ഖതൽത നഫ്സൻ ബിൽ അംസ്. മൂസ, നീ എന്നെ കൊല്ലാനാണോ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരുത്തനെ നീ കൊന്നുകളഞ്ഞല്ലോ, അതേപോലെ ഈ കുഴപ്പമുണ്ടാക്കാവുന്ന ഒരു സ്വേച്ഛ നടപ്പിലാക്കുന്ന ഒരു ഗുണ്ടയാവാൻ, ഒരു കുഴപ്പക്കാരിയാവാനാണ് നിന്റെ ഉദ്ദേശം അല്ലെ? ആളുകൾക്ക് ഇടയിലുള്ള അടിപിടി അവസാനിപ്പിച്ച് രമ്യതയും അതുപോലെ യോജിപ്പും ഉണ്ടാക്കുക എന്നുള്ള മുസ്ലിമിന്റെ ഒരു കാര്യമല്ല നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതല്ലേ എന്നാണ് ഇയാൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം. അപ്പോ ആളുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ സങ്കീർണാക്കുകയോ പക്ഷം ചേർന്നുകൊണ്ട് പ്രശ്നമാക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ആളായിരിക്കുമല്ലോ ജബ്ബാർ എന്ന് പറയുന്നത്. സ്വേച്ഛ നടപ്പിലാക്കുന്ന ഒരാൾ, ഇക്കാരി അല്ലെങ്കിൽ സ്വേച്ഛാധിപതി, ഇവിടെ ഒരു ഗുണ്ട പ്രവർത്തനം ചെയ്യുന്ന ഒരാള് എന്നൊക്കെയുള്ള നിലക്ക് കാണാം. അപ്പൊ ഇത് ആരാണ് പറഞ്ഞത് എന്നത് പരിശോധിക്കുമ്പോൾ ഖിബ്തി വംശത്തിൽപ്പെട്ട ആളാണ് ഇത് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഖിബ്തികൾക്ക് അതേക്കുറിച്ച് അതിനകം തന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. മൂസ അലൈഹി ഇസ്ലാം ആണ് കഴിഞ്ഞ ദിവസം ഒരാളെ ഇടിച്ചിട്ട് കൊന്നത് എന്ന കാര്യം നാട്ടിലാകെ പാട്ടായിട്ടുണ്ടായിരുന്നു എന്നാണ് അത് നൽകുന്ന സൂചന. യഥാർത്ഥത്തില് മൂസ അലൈഹി ഇസ്ലാം ആയിരുന്നു ആ വധത്തിന് ഉത്തരവാദി, അയാൾ മരിക്കാൻ കാരണക്കാരൻ എന്ന കാര്യം അത്ര എല്ലായിടത്തും അത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു രഹസ്യമായ ഒരു അവസ്ഥയിലാണ് അത് ഉണ്ടായിരുന്നത്. പക്ഷെ ഉടനെ തന്നെ അത് പലരിലേക്കും എത്തി അതിന്റെ അനന്തരഫലം ഉണ്ടാകാൻ പോകുന്നു എന്ന വിധത്തില് സാഹചര്യങ്ങൾ മാറുന്നുണ്ട്. അത് ഈ ആയത്തിന് ശേഷമുള്ള ആയത്തിൽ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. അപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ അടിപിടി കൂടിയിരുന്ന ആളുകളിൽ ഒരാള് ബനു ഇസ്രായേൽക്കാരനും മറ്റാള് ഖിബ്തി വംശത്തിൽപ്പെട്ട ആളുമായിരുന്നല്ലോ. മൂസ അലൈഹി ഇസ്ലാം അതിൽ ഇടപെട്ട് ഒരു അടി വെച്ചു കൊടുക്കാൻ വേണ്ടി മുതിർന്നപ്പോ ബനു ഇസ്രായേൽക്കാരൻ കരുതിയത് അത് മൂസ അലൈഹി ഇസ്ലാം താൻ തെറ്റായ രീതിയിൽ ഒരു അടി അല്ലെങ്കിൽ അകാരണമായിട്ട് ഒരു അടി ഉണ്ടാക്കിയതാണ്
എന്ന തീരുമാനത്തിൽ തന്നെയാണ് അടിക്കാൻ വേണ്ടി വരുന്നത് എന്നാണ്. ബനു ഇസ്രായേൽക്കാരനോട് നേരത്തെ മൂസ അലൈഹി സ്വലാം അങ്ങനെ പറയുകയും ചെയ്തല്ലോ, ഇന്നക്കല ഗവിയ്യുൻ മുബീൻ, നീ കുഴപ്പക്കാരൻ തന്നെയാണ്, വളരെ വ്യക്തമായിട്ട് നീ പ്രശ്നം ഉണ്ടാക്കുന്നവനാണ് എന്ന നിലയ്ക്ക് സംസാരിച്ചല്ലോ, നീ അബദ്ധം ചെയ്തവനാണ് എന്ന്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മൂസ അലൈഹി സ്വലാം ഇടപെട്ട് ഒരു അടി വെച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഈ ബനു ഇസ്രായേൽക്കാരനെ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ബനു ഇസ്രായേൽക്കാരൻ സ്വന്തം സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി വിളിച്ചു പറയുകയാണ്, മൂസ നീ എന്നെ ഇടിക്കാൻ വരികയാണല്ലേ, കഴിഞ്ഞ ദിവസം ഒരുത്തനെ ഇടിച്ചിട്ട് നീ കൊന്നില്ലേ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഒരാളെ ഇടിച്ചിട്ട് കൊല്ലാൻ കാരണമായത് ഈ ആളാണ്. ഈ ബനു ഇസ്രായേൽക്കാരൻ വിളിച്ചത് കൊണ്ടും അയാൾ കുഴപ്പമുണ്ടാക്കിയത് കൊണ്ടുമാണ് മൂസ അലൈഹി സ്വലാം അതിൽ ഇടപെടുകയുണ്ടായത്. അയാള് ഇന്ന് കുറ്റം മൂസ അലൈഹി സ്വലാമിന്റെ മേല് വെച്ച് കെട്ടിക്കൊണ്ട് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന വിധത്തിലാണ് സംസാരിക്കുന്നത്. ഇത് ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നതിനൊരു കാരണം, അതല്ലെങ്കിൽ മൂസ അലൈഹി സ്വലാമിന് അങ്ങനെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാവില്ല. നേരത്തെ ബനു ഇസ്രായേൽക്കാരൻ തന്നെ പോയി ഫിറോവിന്റെ അടുക്കൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, മൂസ ഇങ്ങനെ ഒരുത്തനെ ഇടിച്ചിട്ട് കൊന്നു എന്ന കാര്യം പോയി അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മൂസയെ അവര് പിടികൂടുകയും ജയിലിൽ അടക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും അതിനകം. പക്ഷെ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബനു ഇസ്രായേൽക്കാരൻ ആരാണ് ആ കൊല നടത്തിയത് എന്നത് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ ദിവസം പട്ടണത്തിൽ വരാൻ മൂസ അലൈഹി സ്വലാമിന് സാധിക്കുകയുണ്ടായത്. അപ്പൊ ഈ ഘട്ടത്തിൽ ഇടി തനിക്ക് ആവാനിടയുണ്ട്, ഇന്നലെ ഒരാളെ ഇടിച്ചിട്ട് മൂസ അലൈഹി സ്വലാം കൊന്നു കളഞ്ഞതാണ്, ഇന്നെങ്ങാനും ഇടി എനിക്കാണ് കിട്ടുന്നതെങ്കിൽ എന്റെ കഥ തീർന്നത് തന്നെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബനു ഇസ്രായേൽക്കാരൻ വിളിച്ചു പറയാണ്, മൂസ ഇന്നലെ ഒരുത്തനെ നീ കൊന്നു, ഇന്ന് എന്റെ നേരെ കയ്യോങ്ങുകയാണ് എന്നെ കൊല്ലാൻ വേണ്ടിയല്ലേ, നീ ഒരു കുഴപ്പം പിടിച്ചവൻ തന്നെയാണ്, നീ നാട്ടില് സമാധാനം ഉണ്ടാക്കാനോ രഞ്ജിപ്പുണ്ടാക്കാനോ ഉദ്ദേശിക്കുന്നവനല്ല, നീ ഇസ്ലാഹ് ചെയ്യാനല്ല ഉദ്യമിക്കുന്നത് എന്ന വിധത്തിൽ കുറ്റം മൂസ അലൈഹി സ്വലാമിന്റെ മേല് വെച്ച് കെട്ടിക്കൊണ്ടാണ് ബനു ഇസ്രായേൽക്കാരൻ സംസാരിക്കുന്നത്. ആ നിലക്ക് വായിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. അതിന്റെ മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബനു ഇസ്രായേൽക്കാരന്റെ ആ ഘട്ടത്തിലെ സാംസ്കാരികവും ധാർമ്മികവുമായ അവസ്ഥ എന്താണ് എന്നത് കൂടി വെളിപ്പെടുത്തുന്ന ഒരു ചിത്രമാണ്. ഒരു ഇതുപോലെയുള്ള ഒരു സമൂഹം, നമ്മുടെ നാട്ടിലെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു അവസ്ഥയും ഇതുപോലെയൊക്കെ ആയിരിക്കും. പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് നിരന്തരം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായം എന്നുള്ള നിലക്ക് പലപ്പോഴും നേരിടുന്ന വെല്ലുവിളികള് സമുദായത്തിന് ബാഹ്യമായ തലങ്ങളിൽ നിന്നായിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും പ്രതിസന്ധിയിൽ അകപ്പെടാറുള്ളത് സമുദായത്തിനകത്തെ ആളുകൾ തന്നെ ഉണ്ടാക്കുന്ന സങ്കീർണമായ സാഹചര്യങ്ങൾ കാരണമായിട്ടാണ്. സമുദായത്തിനകത്തുള്ള ആളുകള് കാണിക്കുന്ന അവരുടെ ജീർണ സ്വഭാവവും അതുപോലെ തന്നെ അധമത്വവും ഇതുപോലെയുള്ള പ്രതിസന്ധികൾ നിറഞ്ഞ സന്ദർഭങ്ങളില് സ്വാർത്ഥമായ താല്പര്യങ്ങളോടുകൂടി നിലപാടുകൾ എടുത്തുകൊണ്ട് സ്വന്തം തടി രക്ഷപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്ന അമിതാവേശവും ഒക്കെയാണ് പലപ്പോഴും ഒരു സമുദായം എന്നുള്ള നിലക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി അതിന്റെ അകത്തുള്ള അംഗങ്ങളിൽ നിന്ന് പലപ്പോഴും നേരിടുന്ന സാഹചര്യം ഉണ്ടാവാറുള്ളത്. ഇത് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഒരു ആദർശ സമൂഹം എന്നത് ആദർശത്തോട് വലിയ പ്രതിബദ്ധതയുള്ള ഒരൊറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു ബുനിയാനും മർസൂസായി നിലകൊള്ളുന്നവരായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടിരിക്കുന്ന ആദർശ സമൂഹം എന്ന് പറയുന്നത് അതിൽ ചിലര് മാത്രമേ ആദർശ പ്രതിബദ്ധത ഉള്ളവരായിരിക്കുള്ളൂ, വേറെ ചിലര് സ്വാർത്ഥ താല്പര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാകും. അപ്പോ പലപ്പോഴും ആദർശ സമൂഹത്തിന്
അവരുടെ സമുദായത്തിൽ തന്നെ പെട്ട ആളുകളിൽ നിന്നുള്ള പല വെല്ലുവിളികളും നേരിടേണ്ടി വരും. ഇവിടെയും മൂസ അലൈഹി ഇസ്ലാമിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും ഒക്കെ ബനൂ ഇസ്രായേൽക്കാരൻ ഈ വിധത്തിൽ സംസാരിക്കുന്നതിൽ നമുക്ക് പലപ്പോഴും സമുദായത്തെയോ സമുദായത്തിലെ ഏതെങ്കിലും വിഭാഗത്തെയോ ഒറ്റുകൊടുത്തുകൊണ്ട് സംസാരിക്കുന്ന സമുദായ വിഭാഗങ്ങളെ അവരുടെ ചിത്രം നമുക്ക് ഈ ആയത്തിന്റെ ആശയം ഉൾക്കൊള്ളുമ്പോൾ മനസ്സിൽ തെളിഞ്ഞു വരും. അവര് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന സ്വന്തം പൊസിഷനും സ്വന്തം സംഘടിത വിഭാഗത്തിലെ ആളുകളെയും അവരെ വെള്ളപൂശാനും ബാക്കിയുള്ളവരെ എത്ര താറടിച്ചുകൊണ്ട് ആണെങ്കിൽ പോലും തങ്ങളും തങ്ങളുടെ കൂടെയുള്ളവരും രക്ഷപ്പെടണം എന്ന സ്വാർത്ഥതയോടുകൂടി പെരുമാറുന്ന വിഭാഗങ്ങളെ, അത്തരം ആളുകളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരും ഈ ഒരു ആയത്തിൽ നമ്മൾ പഠന വിധേയമാക്കും. അപ്പൊ ഇയാൾ ഇവിടെ വിളിച്ചു പറയുകയുണ്ടായത്, നീ ഇന്നലെ ഒരാളെ ഇടിച്ച് കൊന്നുകളഞ്ഞു, ഇന്ന് എന്നെയാണോ നീ കൊല്ലാൻ ഉദ്ദേശിക്കുന്നത്? നീ ഒരു കുഴപ്പം പിടിച്ചവൻ തന്നെയാണ്, ആളുകൾക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുക, രഞ്ജിപ്പ് ഉണ്ടാക്കുക എന്ന താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്നവനൊന്നും അല്ല നീ. ഒമാ തുരീദു അൻ തകൂന മിനൽ മുസ്ലിഹീൻ, മുസ്ലിഹുകളിൽ പെടുക എന്നതൊന്നും നിന്റെ ഉദ്ദേശമല്ല എന്ന വിധത്തില് ആക്ഷേപിക്കുകയാണ് ഈ മൂസ അലൈഹിസ്സലാമിനെ, അദ്ദേഹത്തിന്റെ തന്നെ സമുദായത്തിൽപ്പെട്ട ആൾ. ഇനി ഈ വാചകം പറഞ്ഞിട്ടുള്ളത് ഖിബ്തി വംശത്തിൽപ്പെട്ട ആളാണ് എന്ന് നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക. അങ്ങനെയാണെങ്കിൽ മൂസ അലൈഹി ഇസ്ലാമിന് കഴിഞ്ഞ ദിവസം ഉണ്ടായ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ തെറ്റ്, വലിയ പാതകം, അത് ഖിബ്തി വംശത്തിലെ ഓരോരുത്തരും അറിയാൻ മാത്രം പ്രചാരം നേടി അത് മൂസ അലൈഹി ഇസ്ലാമാണ് ചെയ്തത് എന്നത് ഇവിടെ രംഗത്തുള്ള ഖിബ്തി വംശത്തിൽപ്പെട്ട ആള് ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് അത്രയും പരസ്യമായ വിധത്തില് ഖിബ്തി വംശത്തിനെതിരില് തിരിയുന്ന ഒരവസ്ഥ മൂസ അലൈഹി ഇസ്ലാം കാഴ്ചവെച്ചിട്ടും അദ്ദേഹം സ്വതന്ത്രനായി അങ്ങനെ വിഹരിക്കാൻ സാധിച്ചു എന്നൊക്കെ നമ്മൾ കരുതേണ്ടി വരും. അത് ആ ഘട്ടത്തില് അല്പം അസ്വീകാര്യമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. തുടർന്നുള്ള ആയത്തുകൾ വായിക്കുമ്പോൾ നമുക്കത് കൂടുതൽ ബോധ്യപ്പെടുകയും ചെയ്യും. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, ചില മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇവിടെ അടിപിടി നടന്നത് ബനൂ ഇസ്രായേൽക്കാരനും ഒരു ഖിബ്തി വംശജനും തമ്മിലാണ്. മൂസ അലൈഹി ഇസ്ലാം തുടക്കത്തില് ബനൂ ഇസ്രായേൽക്കാരനെ ആക്ഷേപിച്ചു, കഴിഞ്ഞ ദിവസം അയാൾ കാരണമായുണ്ടായ പ്രതിസന്ധി ഓർത്തുകൊണ്ട്. അതിനുശേഷം ഈ ഖിബ്തി വംശത്തിൽപ്പെട്ട ആള് ഈ ഇസ്രായേൽ വംശത്തിൽപ്പെട്ട ആളെ കീഴടക്കുന്ന, അയാളെ കൂടുതലായി ദ്രോഹിക്കുന്ന കാഴ്ച കണ്ടപ്പോ മൂസ അലൈഹി ഇസ്ലാം ഇന്നും അതിൽ ഇടപെടാനും അക്രമം ചെയ്യുന്ന ആളെ ഒന്ന് നിയന്ത്രിക്കുന്ന വിധത്തിൽ ഒരു അടി വെച്ചു കൊടുക്കാനും ഒക്കെ ഉദ്ദേശിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ അദ്ദേഹം അയാളെ ഒരു ഇടി വെച്ചു കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു അടി കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് അതിനൊരുങ്ങിയപ്പോ ബനൂ ഇസ്രായേൽക്കാരൻ കരുതിയത് തന്നെ നേരത്തെ തൊട്ടു മുന്നേ ഉള്ള ആയത്തിൽ പറഞ്ഞതുപോലെ മൂസ അലൈഹി ഇസ്ലാം ആക്ഷേപിച്ചതാണല്ലോ. അതുകൊണ്ട് ഇപ്പോ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്നെ പ്രഹരിക്കാൻ വേണ്ടിയാണ് മൂസ അലൈഹി ഇസ്ലാം വരുന്നത്. അതുകൊണ്ട് ഇനി കാത്തു നിന്നിട്ട് കാര്യമില്ല, ഈ കുറ്റം മൂസ അലൈഹി ഇസ്ലാമിന്റെ പേരിൽ കെട്ടിവെച്ചുകൊണ്ട് സ്വയം രക്ഷപ്പെടാനുള്ള വഴി നോക്കുകയേ നിവൃത്തിയുള്ളൂ എന്ന് അയാൾ തീരുമാനിച്ചിട്ട് ഉടനെ മൂസ അലൈഹി ഇസ്ലാമിനെ കയ്യൊഴിഞ്ഞ വിധത്തിൽ സംസാരിക്കുകയാണ്. മൂസ, നീ ഇന്നലെ ഒരു കുഴപ്പം ഒപ്പിച്ച് ഒരാളെ ഇടിച്ചിട്ട് കൊന്നു കളഞ്ഞു, ഇന്നിപ്പോ നീ കയ്യോങ്ങാൻ വരുന്നത് എന്റെ നേരെയാണല്ലേ, എന്നെ കൊല്ലാൻ നീ വലിയ കുഴപ്പക്കാരൻ തന്നെയാണ്, നീ നാട്ടിൽ രഞ്ജിപ്പുണ്ടാക്കുന്നവനൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റം മൂസ അലൈഹി ഇസ്ലാമിന്റെ മേല് വെച്ച് കെട്ടിയിട്ട് ശ്രദ്ധ തിരിച്ചുവിടാനും ഒക്കെയാണ് ആ ഘട്ടത്തിൽ ബനൂ ഇസ്രായേൽക്കാരൻ ശ്രമിക്കുന്നത്. അപ്പോ നമുക്ക് മുസ്ലിം സമുദായത്തിനകത്ത് പലപ്പോഴും പല സംഘടനകളിലും വിഭാഗങ്ങളിലും ഒക്കെ ആയിട്ട് കഴിയുന്ന ആളുകൾ തങ്ങളുടെ പക്ഷത്തോ സംഘടനയിലോ പെടാത്ത ആളുകളെ ഒറ്റുകൊടുത്തുകൊണ്ടും അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ടും
പല നിർണായകമായ ഘട്ടങ്ങളിലും നിലപാട് സ്വീകരിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും. അപ്പോ ആ ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളുകളുടെ യഥാർത്ഥത്തിലുള്ള ഈമാനികമായ അവസ്ഥ എന്താണ് എന്നത് ഈ ബനൂ ഇസ്രായേൽക്കാരനെ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തം സ്വാർത്ഥമായ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിനെ ഒറ്റുകൊടുത്തുകൊണ്ട് ആ രഹസ്യം വിളിച്ചു പറയുന്നത്. അതും അയാളെ സഹായിക്കാൻ വേണ്ടി ആ അടിപിടിയിൽ ഇടപെടാൻ മൂസ അലൈഹി ഇസ്ലാം ഒരുങ്ങിയ സന്ദർഭത്തിൽ. അപ്പോ ജീർണത ബാധിച്ച ഒരു സമൂഹം, അവര് പഴയ കാലത്ത് ഒരു ആദർശ സമൂഹമൊക്കെ ആയിരുന്നിരിക്കണം എന്ന് കരുതി അവരുടെ പിന്മുറക്കാരായി ആ സാമുദായിക മേൽവിലാസം കൊണ്ടു നടക്കുന്നു എന്നതിന്റെ പേരിൽ മാത്രം അവര് ആ ആദർശത്തിന്റെ ആളുകളാവണമെന്നില്ല. അവര് കേവല സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവര് ആവാൻ വലിയ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, പലപ്പോഴും സമുദായവും സമുദായത്തിലെ ആദർശ പ്രതിബദ്ധതയുള്ള ആളുകളും വലിയ വില കൊടുക്കേണ്ടി വരുന്ന നിലപാടുകളായിരിക്കും ഈ ആളുകൾ സ്വീകരിക്കുക. ഇത്തരം ഈ സ്വഭാവപരമായ പ്രത്യേകതകള് നിരന്തരം കാണാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇസ്ലാമിക സമൂഹത്തെ ഒറ്റുകൊടുക്കുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ വഞ്ചനയിൽ അകപ്പെടുത്തുന്ന ഒരു നടപടി സ്വീകരിച്ചാൽ തനിക്ക് വ്യക്തിപരമായി നേട്ടമുണ്ടാകും എന്ന് കാണുമ്പോൾ പല ആളുകളും ആദർശ പ്രതിബദ്ധത കൈയൊഴിഞ്ഞ് സമുദായത്തോടുള്ള കൂറ് കൈവിട്ട് ചതി ചെയ്യുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ ഒരുപക്ഷെ നിങ്ങൾ ബാബരി മസ്ജിദിന്റെ വിധി സംബന്ധമായിട്ട് അതിനൊക്കെ അതിന്റെ പല ഘട്ടങ്ങളിലും ആ വിധത്തിൽ കാര്യങ്ങള് വികസിച്ച് വരുന്നതിന് വേണ്ടി അങ്ങനെ പുരോഗമിക്കുന്നതിന് ഉപകരിക്കുന്ന വിധത്തില് സഹായകമായ ചില നടപടികള് മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നത് ആ മേഖലയിലെ വൈജ്ഞാനികമായ കഴിവും അതുപോലെ ആഴവും ഒക്കെയുള്ള ആളുകൾ വെളിപ്പെടുത്തുന്ന കാര്യത്തിൽ തന്നെ സമുദായത്തിന് നല്ലൊരു വീക്ക് കൊടുക്കലാകും, അതുവഴി സമുദായത്തോട് ശത്രുത കാണിക്കുന്ന ആളുകളുടെ പിന്തുണയും സഹായവും അതുപോലെയുള്ള പല ഉയർച്ചയും ലഭിക്കും എന്ന് കണക്കുകൂട്ടിയിട്ട് പച്ചക്കള്ളം എഴുതി വെക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ, അതിന്റെ പേരിൽ അവാർഡുകൾ വരെ സ്വീകരിക്കാൻ അവസരം കിട്ടിയ ആളുകളെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് ഈ മൈനോറിറ്റി അല്ലെങ്കിൽ OBC എന്നൊക്കെ പറയുന്ന അവസ്ഥയിലുള്ള സമുദായം പലപ്പോഴും പ്രകടമാക്കുന്ന, സമുദായത്തിലെ അംഗങ്ങൾ പ്രകടമാക്കുന്ന ഒരു വളരെ വ്യക്തതയുള്ള സ്വഭാവ വൈകല്യമായിട്ട് നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. OBC സ്റ്റേറ്റസിലുള്ള ഒരു സമുദായം പലപ്പോഴും ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളെ പേർന്നുണ്ടാവും. അങ്ങനെയുള്ള ജീർണത സംഭവിച്ച ആദർശ പ്രതിബദ്ധത നഷ്ടപ്പെട്ട ചില ആളുകൾ കാരണമായിട്ട് വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുന്നുണ്ടാകും സമുദായം. അത് വസ്തുതാപരമൊന്നും ആവില്ല, സത്യമൊന്നും അതിലുണ്ടാവില്ല. പക്ഷെ പറഞ്ഞ ആള് ഈ സമുദായക്കാരനാണല്ലോ എന്ന കാരണത്താൽ വലിയ ഗുണം ശത്രുപക്ഷത്തിനുണ്ടാകും, സമുദായം വലിയ വില കൊടുക്കേണ്ടി വരികയും ചെയ്യും. ഇങ്ങനെയുള്ള സ്വഭാവപരമായ പ്രത്യേകതകൾ ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ ഈ പ്രത്യേക ഘട്ടത്തിലെ സ്വഭാവപരമായ ചില പ്രത്യേകതകൾ ഇന്ന് നമ്മുടെ സമകാലിക സമൂഹത്തിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു കാര്യം ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ചെയ്യുന്നത്. മൂസ അലൈഹി സ്വലാം ഇടപെട്ട് ആ തർക്കം അല്ലെങ്കിൽ ആ ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാനും മുതിർന്നത് അവരിരുവരുടെയും ശത്രുവായ ആൾക്ക് ഒരു അടി വെച്ചു കൊടുത്തുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ ചെയ്യാൻ മുതിർന്ന ഘട്ടത്തിൽ തന്നെ ബനൂ ഇസ്രായേൽക്കാരൻ തെറ്റിദ്ധരിച്ചത് അയാളുടെ നേരെയാണ് മൂസ അലൈഹി സ്വലാം വരുന്നത് എന്നാണ്.
എന്ന് കരുതിയിട്ടാണ് അയാൾ ഇന്ന് മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ട് ഉറക്കെ വിളിച്ചു പറയുന്നത്. ഇതിനെ തുടർന്ന് കാര്യങ്ങൾ പിന്നെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ വായിച്ച് മനസ്സിലാക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.